ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2319. ഇന്ന് മെയ് മാസം 7-ാം തീയതി 127-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ പലതവണ കണ്ടതാണ്, കണ്ടെത്തിയതും വായിച്ചതും ധ്യാനിച്ചതുമൊക്കെയാണ്. ഇപ്പോഴാവട്ടെ ആ ഒരു വരിയുടെ മുമ്പിൽ, ആ ഒരു വചനത്തിൻ്റെയും വാചകത്തിൻ്റെയും മുമ്പിൽ വല്ലാതെ പൊള്ളിപ്പോകുന്നുണ്ട്, നിശബ്ദനായി പോകുന്നുണ്ട്. അപ്പോൾ അവന് സുബോധമുണ്ടായി. എന്താണ് ഒരാളുടെ ജീവിതത്തിലെ സുബോധം? ആ ഇളയ പുത്രന്റെ ജീവിത യാത്രയുടെ ഒടുവിലാണ്, ആ ഇളയ മകനിലാണ് അങ്ങനെയൊരു മാനസാന്തരം സംഭവിക്കുന്നത്, അങ്ങനെയൊരു പരിവർത്തനം സംഭവിക്കുന്നത്. അപ്പോൾ അവന് സുബോധമുണ്ടായി. എന്താണ് സുബോധം? പെട്ടെന്നൊരു ദിവസം, ഒരു നേരം, ഒരു നിമിഷം ഒരാൾക്കൊരു തോന്നലുണ്ടാവുന്നു, ഒരു വെളിപാട് കിട്ടുന്നു, തന്നെ പൊതിഞ്ഞ് ഒരു സ്നേഹമുണ്ടെന്ന്. അതൊരു താക്കോൽദ്വാര കാഴ്ച കൂടിയാണ്. അതോടുകൂടി അയാളുടെ ലോകം മാറിമറിയുക മാത്രമല്ല, ലോകം വല്ലാതെ വളരുകയും കൂടിയാണ്. അതുവരെ ഇല്ലാത്ത ഒരു വലിയ ആശ്വാസത്തിലേക്കും പ്രതീക്ഷയിലേക്കുമൊക്കെ എത്തുകയാണ്. ഇങ്ങനെയൊരു സുബോധത്തെ എപ്പോഴെങ്കിലും നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ല, അതിനു മുമ്പ് നമ്മൾ അത്ര സുബോധത്തിലൊന്നും ആയിരുന്നില്ല എന്ന് തിരിച്ചറിയണ്ടേ? വെളിച്ചമായിരുന്നു മുഴുവനെന്ന് കരുതുമ്പോഴും നല്ല അന്ധകാരത്തിലായിരുന്നു വസിച്ചിരുന്നത് എന്ന് തിരിച്ചറിയണ്ടേ? ആ ഇളയ മകന്റെ യാത്ര ശരിക്കും അപ്പന്റെ സ്നേഹത്തെ നിഷേധിച്ചുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട്, അത് തിരിച്ചറിയാതെയായിരുന്നു. അയാൾക്ക് അയാളുടേതായ സന്തോഷങ്ങളും സങ്കല്പങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം കൂടാനായിട്ട് ചങ്ങാതിമാരും ഉണ്ടായിരുന്നു. ദൂർത്തടിക്കാനായിട്ട് കയ്യില് അനവധി സമൃദ്ധമായ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു അറുതിയുടെയും വറുതിയുടെയും ക്ഷാമകാലം വരും. അവിടെ അയാൾ വല്ലാതെ ശൂന്യനായിപ്പോയി. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അബദ്ധവും അപകടവും ഇത്. ഒരു സ്നേഹം തന്നെ പൊതിഞ്ഞ് ഉണ്ടെന്നുള്ള ധാരണ വിട്ടുപോകുന്നു. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ എനിക്കും സുബോധം കൈവന്നു. ആമേൻ.